നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഇനി മുതൽ ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാനും തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്കും വരാനായിട്ട് ഒരു പുതിയ ഡയറക്റ്റ് ട്രെയിൻ ആരംഭിച്ചിരിക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഒരു ട്രെയിനിൻ്റെ പൂർണ്ണ വിവരണമാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ നിലവിൽ ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിനേ ഉള്ളായിരുന്നു. അത് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ് ആണ്. എന്നാൽ ഇനി മുതൽ നമുക്ക് രണ്ടാമത്തെ ട്രെയിൻ കൂടി കിട്ടിയിട്ടുണ്ട്. അതും ടിക്കറ്റ് ഉറപ്പായിട്ടും കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി ട്രെയിനാണ് കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മറ്റൊരു സന്തോഷ വാർത്ത കൂടി വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ്. തഞ്ചാവൂരിലേക്കുള്ള തെക്കൻ കേരളത്തിൽ നിന്നും ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിനാണിത്. ട്രെയിൻ നമ്പർ 163 വേളാങ്കണ്ണി എക്സ്പ്രസ്. ആഴ്ചയിൽ ബുധനാഴ്ചകളിലായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി 11:50 ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 5:30 വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സർവീസാണ് ഈ ഒരു ട്രെയിൻ. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആഴ്ചയിൽ ബുധനാഴ്ചകളിലായി രാത്രി 11:50 ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:30 തഞ്ചാവൂരിലേക്ക് എത്തിച്ചേരും. അതായത് വ്യാഴാഴ്ച ഈ ഒരു ട്രെയിൻ തഞ്ചാവൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയവും മുഴുവനും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആഴ്ചയിൽ ബുധനാഴ്ചകളിലായി എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 11:50 എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പുള്ളത് കോട്ടയത്ത് 12:45 അർദ്ധരാത്രി, അതായത് വ്യാഴാഴ്ച ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 1 മണിക്ക് ചങ്ങനാശ്ശേരിയിലും 1:10 തിരുവല്ലയും 1:20 ചെങ്ങന്നൂരും 1:30 മാവേലിക്കര 1:50 കായംകുളം ജംഗ്ഷൻ 2 മണിക്ക് കരുനാഗപ്പള്ളി 2:10 ശാസ്താംകോട്ട വെളുപ്പിനെ 3 മണിക്ക് കൊല്ലം ജംഗ്ഷൻ 3:30 കുണ്ടറ 3:40 കൊട്ടാരക്കര 3:50 ആവണീശ്വരം 4:20 പുനലൂര് 5:20 തെന്മല 7:05 സെങ്കോട്ടൈ 7:30 തെങ്കാശി ജംഗ്ഷൻ 7:45 കടയന്നല്ലൂർ 8:05 ശങ്കരൻകോവിൽ 8:30 രാജപാളയം 9 മണിക്ക് ശിവകാശി 10 മണിക്ക് വിരുദനഗർ ജംഗ്ഷൻ രാവിലെ 11 മണിക്ക് മധുരൈ ജംഗ്ഷൻ ഉച്ചയ്ക്ക് 12:10 ദിണ്ടിഗൽ ജംഗ്ഷൻ ഉച്ചയ്ക്ക് 1:35 തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ 2:30 തഞ്ചാവൂർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ 3:20 തിരുവാരൂർ ജംഗ്ഷൻ വൈകുന്നേരം 4:15 നാഗപട്ടണം ജംഗ്ഷൻ വൈകുന്നേരം 5:35 വേളാങ്കണ്ണിയിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163 64 ആയിട്ട് വ്യാഴാഴ്ചകളായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. വേളാങ്കണ്ണിയിൽ നിന്നും രാത്രി 7:45 ആരംഭിക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി 10:10 തഞ്ചാവൂരിലേക്കും തൊട്ടടുത്ത ദിവസം രാവിലെ അതായത് വെള്ളിയാഴ്ച 11:55 എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. തെക്കൻ ജില്ലയിലുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ. തഞ്ചാവൂരിലേക്ക് ഒരു സ്റ്റേ ഒന്നും ആഗ്രഹിക്കാതെ 1 ഡേ ട്രിപ്പ് ജസ്റ്റ് പോയി ദർശനവും കഴിഞ്ഞ് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ട്രെയിനിൻ്റെ റൂട്ട് മാപ്പ് വരുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് രാത്രിയാണല്ലോ ആരംഭിക്കുന്നത് 11:50, അതായത് ബുധനാഴ്ച. മറ്റുള്ള സ്റ്റോപ്പുകളിലേക്ക് ഇത് വരുമ്പോൾ ഓൾറെഡി വ്യാഴാഴ്ച ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഈ ട്രെയിൻ തഞ്ചാവൂരിലേക്ക് ഒരു 2:30 ആകുമ്പോഴത്തേക്കും എത്തുന്നത്. അന്ന് നിങ്ങൾക്ക് അവിടെ ക്ലോക്ക് റൂമിൽ ലഗേജൊക്കെ വെച്ച് AC വെയിറ്റിംഗ് ഹാളിൽ ഫ്രഷ് ആയിട്ട് അന്ന് വൈകുന്നേരം ദർശനമൊക്കെ നടത്തി കുറച്ചധികം നേരം രാത്രി ക്ഷേത്രത്തിലേക്ക് സ്പെൻഡ് ചെയ്തിട്ട് അന്ന് രാത്രി തിരിച്ച് ഈ ട്രെയിൻ റിട്ടേൺ വ്യാഴാഴ്ച തന്നെയാണല്ലോ രാത്രി 10:30 ആകുമ്പോൾ ഈ ട്രെയിൻ തഞ്ചാവൂരിലേക്ക് എത്തും. നിങ്ങൾക്ക് സുഖമായിട്ട് ഇതേ ട്രെയിനിൽ കയറി നാട്ടിലോട്ട് വരാനായി സാധിക്കുന്നതാണ്. അതായത് ക്ഷേത്ര ദർശനം മാത്രം ആഗ്രഹിക്കുന്നവർക്ക്, അതായത് തഞ്ചാവൂർ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷേത്ര ദർശനത്തിനായി പോയാൽ മതി, ഒരു സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്നൊരു റൂട്ട് പ്ലാനാണ് ഈ ഒരു ട്രെയിൻ നമുക്ക് തരുന്നതിലൊരു സംശയവുമില്ല കേട്ടോ. ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം ഒന്ന് കേൾക്കാം. അതിനുശേഷം ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ്, ഈ ട്രെയിനിൽ ഏതൊക്കെ കമ്പാർട്ട്മെൻറ്റുകളുള്ളതും കൂടി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വേളാങ്കണ്ണിയിൽ നിന്നും രാത്രി 7:45 ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലായി ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പുള്ളത് രാത്രി 8:10 നാഗപട്ടണം ജംഗ്ഷനിലാണ്. അത് കഴിഞ്ഞാൽ 8:50 തിരുവാരൂർ ജംഗ്ഷൻ 10:10 തഞ്ചാവൂർ ജംഗ്ഷൻ രാത്രിയിലെത്തും. പിന്നെ 11:25 തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വെള്ളിയാഴ്ച ആരംഭിക്കുകയായി അർദ്ധരാത്രി 12:25 ദിണ്ടിഗൽ ജംഗ്ഷൻ 1:20 മധുരൈ ജംഗ്ഷൻ 2:05 വിരുദനഗർ ജംഗ്ഷൻ 2:30 ശിവകാശി 3 മണിക്ക് രാജപാളയം 3:20 ശങ്കരൻകോവിൽ 3:50 കടയന്നല്ലൂർ 4 മണിക്ക് തെങ്കാശി 4:30 സെങ്കോട്ടൈ 5:40 തെന്മല 6:45 പുനലൂര് 7:05 ആവണീശ്വരം 7:15 കൊട്ടാരക്കര 7:30 കുണ്ടറ 8:10 കൊല്ലം ജംഗ്ഷൻ 8:40 ശാസ്താംകോട്ട 8:50 കരുനാഗപ്പള്ളി 9:05 കായംകുളം ജംഗ്ഷൻ 9:15 മാവേലിക്കര 9:30 ചെങ്ങന്നൂർ 9:40 തിരുവല്ല 9:50 ചങ്ങനാശ്ശേരി
10 മണിക്ക് കോട്ടയം, 11:55 ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ എറണാകുളം ജംഗ്ഷനിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ട്രെയിൻ സർവീസാണിത്. ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന പുതിയ റൂട്ടാണ്. മധുരൈ, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ വഴിയാണ് ഈ ഒരു പുതിയ സർവീസ്. തെക്കൻ കേരളത്തിൽ നിന്നും തഞ്ചാവൂരിലേക്ക് നേരിട്ടുള്ള ഏക ട്രെയിൻ സർവീസായി ഇത് മാറും. മീറ്റർ ഗേജ് കാലത്ത് പുനലൂർ വഴി തഞ്ചാവൂരിലേക്ക് 2 സർവീസുകൾ ലഭ്യമായിരുന്നു. എന്നാൽ ബ്രോഡ് ഗേജ് ആയതിനു ശേഷം തഞ്ചാവൂരിലേക്ക് ട്രെയിൻ സർവീസുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ക്ഷേത്ര നഗരങ്ങളായ തഞ്ചാവൂർ, കുംഭകോണം എന്നിവിടങ്ങൾ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുതിയ ട്രെയിൻ സർവീസ് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ആണ്. ഇതിൻ്റെ കൂടെ മറ്റ് ട്രെയിൻ നമ്പർ കൂടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതേ ട്രെയിൻ തന്നെയാണ് മറ്റൊരു ട്രെയിൻ നമ്പറായിട്ട് മറ്റൊരു റൂട്ടിൽ കൂടെ ആഴ്ചയിൽ 2 ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് സർവീസ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ഇപ്പോൾ മൊത്തത്തിൽ 3 ട്രെയിനുകളായി. ഒന്ന് കാരയ്ക്കൽ എക്സ്പ്രസ്, അത് നാഗപട്ടണം വരെ പോകുന്നതാണ്. പിന്നെ അല്ലാതെ ഈ ട്രെയിൻ 2 ട്രെയിൻ നമ്പറിലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഈ ട്രെയിനിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ തെക്കൻ ജില്ലകൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ തഞ്ചാവൂർ ട്രെയിനിൽ നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് സുഖമായിട്ട് പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. ടിക്കറ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിൽ വേളാങ്കണ്ണിയിലേക്കും കിട്ടുന്നതാണ് കേട്ടോ. അത് നമ്മുടെ റെയിൽ വൺ ആപ്പ് വഴിയോ IRCTC വഴിയോ ഈ പറഞ്ഞ റൂട്ടിൻ്റെ, അതായത് ഈ തഞ്ചാവൂർ പോകുന്ന റൂട്ട് പറഞ്ഞല്ലോ, ആ റൂട്ടിൽ നിങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ടിക്കറ്റുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി അങ്ങോട്ടും കാണും ഇങ്ങോട്ടും കാണും. ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോ കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. അതായത് ട്രെയിനിൻ്റെ മുൻഭാഗത്ത് 2ഉം പിൻഭാഗത്ത് 2ഉം UR എന്ന് നമുക്ക് കാണാനായി സാധിക്കും. അൺറിസർവ്ഡ് കോച്ചസാണ്, ലോക്കൽ ടിക്കറ്റിൽ കയറി യാത്ര ചെയ്യാൻ പറ്റിയത്. പിന്നെ സ്ലീപ്പറാണ്, അത് 8 എണ്ണം ഉണ്ട്. S1 മുതൽ S8 വരെയാണത്. AC കോച്ചസ് വരുന്നത് 4 എണ്ണമാണ്. അതിൽ തേർഡ് AC 3 എണ്ണം ഉണ്ട്. B1, B2, B3 അങ്ങനെയാണ് തേർഡ് AC കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് AC ഉള്ളത് 1 എണ്ണമാണ്, അത് A1 ആണ് കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ നിന്നും തഞ്ചാവൂർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് 220 രൂപയും സ്ലീപ്പറിന് 380 രൂപയും തേർഡ് AC-ക്ക് 1000 രൂപയും സെക്കൻഡ് AC-ക്ക് 1410 രൂപയാണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൽ താഴെ ഓരോ ജില്ലയിലേക്ക് വരുമ്പോൾ ഇതിൽ കുറവായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പഴനി വഴിയുള്ള ഈറോഡ് കൊല്ലം എക്സ്പ്രസ്സും താമ്പരം തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് എന്നീ സർവീസുകൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നൊരു സംസാരം നടക്കുന്നുണ്ട്. ഉടനെ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം. ഈ പഴനി വഴിയുള്ള ഈറോഡ് കൊല്ലം എക്സ്പ്രസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനായിരിക്കും. ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനുകൾ നമുക്ക് ഇനിയും സർവീസ് ആരംഭിക്കണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പൂർണ്ണമായി മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.